നമസ്കാരം. ഇന്ന് ബി എന്ന ക്രിയയുടെ പാസ്റ്റ് നെഗറ്റീവ് ഫോംസിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഇതിൻ്റെ പോസിറ്റീവ് ഫോംസിനെ പറ്റി നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചിരുന്നു. ഇന്ന് വാസിനോട് നോട്ട് ചേർത്ത് വാസ് നോട്ട് അല്ലെങ്കിൽ അതിനെ ചുരുക്കി എഴുതി വാസിൻഡ് എന്ന വാക്കും, വെയറിനോട് നോട്ട് ചേർത്ത് വെയർ നോട്ട് അല്ലെങ്കിൽ അതിനെ ചുരുക്കി എഴുതി വെയറിൻഡ് എന്ന വാക്കുമാണ് ഇവിടെ പഠിക്കുന്നത്. ഇത് രണ്ടിനും ആയിരുന്നില്ല എന്ന അർത്ഥമാണുള്ളത്. ഇത് നൗൺസിൻ്റെയും പ്രോനൗൺസിൻ്റെയും കൂടെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് ഇന്ന് ആദ്യം പഠിക്കാം. നമുക്കറിയാം, പ്രോനൗൺസിനെ നമ്മൾ രണ്ട് കാറ്റഗറിയായിട്ട് തിരിച്ചിരിക്കുന്നു. അതിനെ സിംഗുലർ ഫോംസ് എന്നും പ്ലൂറൽ ഫോംസ് എന്നും ആക്കിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ എല്ലാ പാർട്ടുകളിലും നമ്മൾ പഠിച്ചു വരികയാണ്. ഇവിടെ ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ള രീതിയിൽ വായിക്കുക. ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്. ഹി, ഷീ, ഇറ്റ് എന്ന മൂന്ന് വാക്കുകളുടെയും ഏക പ്ലൂറൽ വാക്ക് ദൈ. പിന്നെ ഇന്ദു എന്ന സിംഗുലർ നൗൺ, ഇന്ദു ആൻഡ് ബിന്ദു എന്ന പ്ലൂറൽ നൗൺസ്. ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പഠിച്ചു ഐയുടെ കൂടെ വാസ്, ഹിയുടെ, ഷിയുടെ, ഇറ്റ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഏകവചന നാമങ്ങളുടെ എല്ലാം അല്ലെങ്കിൽ ഏകവചന സർവനാമങ്ങളുടെ കൂടെയും ഏകവചന നാമങ്ങളുടെ കൂടെയും വാസും, ബഹുവചന സർവനാമങ്ങളുടെയും ബഹുവചന നാമങ്ങളുടെയും കൂടെ വേറുമായിരുന്നു നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ചേർത്ത് പഠിച്ചത്. ഇന്നും അതേ ശൈലി തന്നെയാണ്. അന്ന് പഠിച്ച അതേ വാക്കുകളുടെ കൂടെ നോട്ട് എന്ന് ചേർത്ത് വാസ് എന്നത് വാസ് നോട്ടും വെയർ എന്നത് വെയർ നോട്ടുമാക്കി അതിനെ നെഗറ്റീവുമാക്കി മാറ്റുന്നു എന്ന് മാത്രമുള്ള വ്യത്യാസമേ ഉള്ളൂ. അതായത് ഐയുടെ കൂടെ വാസിൻഡ്, അതിൻ്റെ പ്ലൂറൽ ഫോമായ വിയുടെ കൂടെ വെയറിൻഡ്, യു വെയറിൻഡ്, ഹി വാസിൻഡ്, ഷീ വാസിൻഡ്, ഇറ്റ് വാസിൻഡ്, ഹി, ഷീ, ഇറ്റ് എന്നിവയുടെ പ്ലൂറൽ ഫോമായ ദയുടെ കൂടെ വെയറിൻഡ്, ഇന്ദു എന്ന സിംഗുലർ നൗണിൻ്റെ കൂടെ വാസിൻഡ്, അതുപോലെ ഇന്ദു ആൻഡ് ബിന്ദു എന്ന പ്ലൂറൽ നൗൺസിൻ്റെ കൂടെ വെയറിൻഡ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, എല്ലാ പ്ലൂറൽ ഫോംസിൻ്റെ കൂടെയും എന്ന് വെച്ചാൽ പ്ലൂറൽ പ്രോനൗൺസിൻ്റെയും പ്ലൂറൽ നൗൺസിൻ്റെയും കൂടെ വെയറിൻ്റെ തന്നെയാണ് ചേർക്കേണ്ടത്. ഐ ഉൾപ്പെടെയുള്ള എല്ലാ സിംഗുലർ നൗൺ, പ്രോനൗൺ എന്നിവയുടെ കൂടെ വാസിൻഡ് വേണം ചേർക്കുവാൻ. പിന്നെ ഇവിടെ സിംഗുലർ എന്ന ഹെഡിങ്ങിന് താഴെ തന്നിട്ടുള്ള യുവിൻ്റെ കൂടെ വെയറിൻഡ് ചേർത്തിരിക്കുന്നു എങ്കിലും അത് നമ്മളിവിടെ മലയാളത്തിൽ നീ എന്ന അർത്ഥം യുവിന് എടുക്കുന്നതുകൊണ്ട് ഏകവചനമാക്കി എഴുതുന്നത് കൊണ്ട് മാത്രമാണ് അത് സിംഗുലറിൻ്റെ ഹെഡിങ്ങിന് താഴെ ഞാൻ എഴുതിയത്. അത് സാധാരണഗതിയിൽ ഞാൻ ആദ്യ പാർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷിൽ യു എന്ന വാക്കിനെ പ്ലൂറലായിട്ടാണ് പരിഗണിക്കുന്നത്. പ്ലൂറലിൻ്റെ എല്ലാ നിയമങ്ങളും അതിന് ബാധകമാണ്. അതുകൊണ്ട് യുവിൻ്റെ കൂടെ എപ്പോഴും ഇവിടെ വെയറിൻഡ് മാത്രമേ ചേർക്കാവൂ. അപ്പോൾ ഐ വാസിൻഡ് എന്നാൽ ഞാനായിരുന്നില്ല, വി വെയറിൻഡ് ഞങ്ങളായിരുന്നില്ല, യു വെയറിൻഡ് നീ ആയിരുന്നില്ല അല്ലെങ്കിൽ നിങ്ങളായിരുന്നില്ല, ഹി വാസിൻഡ് അവനായിരുന്നില്ല, ഷീ വാസിൻഡ് അവളായിരുന്നില്ല, ഇറ്റ് വാസിൻഡ് അതായിരുന്നില്ല, ഹി, ഷീ, ഇറ്റ് ഇത് മൂന്നിൻ്റെയും പ്ലൂറൽ ഫോമായ ദൈയുടെ കൂടെ വെയറിൻഡ്, ദൈ വെയറിൻഡ് അവർ ആയിരുന്നില്ല അല്ലെങ്കിൽ അവയായിരുന്നില്ല. സിംഗുലർ നൗൺ ഇന്ദു, അതിൻ്റെ കൂടെ വാസിൻഡ്, ഇന്ദു വാസിൻഡ് ഇന്ദു ആയിരുന്നില്ല. പ്ലൂറൽ ഫോംസായ നൗൺസ് ഇന്ദു ആൻഡ് ബിന്ദു, വെയറിൻഡ് ഇന്ദുവും ബിന്ദുവും ആയിരുന്നില്ല. ഇനി നമ്മൾ കുറേ സെൻറ്റൻസുകളിൽ വാസിൻഡ് ചേർത്ത് പഠിക്കാൻ പോവുകയാണ്. അതിലേക്ക് വേണ്ടി കഴിഞ്ഞ പാർട്ടിൽ പഠിച്ച വാസും വെയറും ചേർത്ത് പഠിച്ച സെൻറ്റൻസുകൾ ഇവിടെ ഞാൻ തന്നിട്ടുണ്ട്. ആദ്യം അതിൻ്റെ ഓരോന്നിൻ്റെയും നേരെ അതിനെ നെഗറ്റീവ് ആക്കിയും എഴുതിയിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ആദ്യം പാസ്റ്റ് ടെൻസിലുള്ള പോസിറ്റീവ് സെൻറ്റൻസുകളാണ് ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ നേരെ റൈറ്റ് സൈഡിൽ ഓരോ സെൻറ്റൻസിനെയും പാസ്റ്റ് ടെൻസിൽ തന്നെ നെഗറ്റീവ് ആക്കിയും എഴുതിയിരിക്കുന്നു. ആ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. വ്യത്യാസം വളരെയധികം വ്യത്യാസമൊന്നുമില്ല.
വാസിനോടോ വെയറിനോടോ നോട്ട് ചേർത്താൽ രണ്ടാമത്തെ സെൻറ്റൻസ് കിട്ടും. പിന്നെ ആ വാസ് നോട്ട് എന്ന അല്ലെങ്കിൽ വെയർ നോട്ട് എന്ന വാക്കിനെ നമ്മൾ ചുരുക്കി കോൺട്രാക്റ്റ് ചെയ്ത് വാസിൻ്റെ അല്ലെങ്കിൽ വെയറിൻ്റെ എന്നാക്കി ഇവിടെ എഴുതിയിട്ടുണ്ട്. എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാലും തെറ്റൊന്നുമില്ല. സാധാരണ രീതിയിൽ കോൺട്രാക്ഷൻ ഫോംസ് നമ്മൾ ഇൻഫോർമൽ ലാംഗ്വേജിലാണ്, അതായത് സംസാര ഭാഷയിലാണ് കൂടുതൽ ഉപയോഗിച്ച് വരുന്നത്. റിട്ടൺ ലാംഗ്വേജിലൊക്കെ സാധാരണയായിട്ട് എക്സ്പാൻഷൻ ഫോമാണ്, അതായത് വാസ് നോട്ട്, വെയർ നോട്ട് എന്നിങ്ങനെ എഴുതുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. അപ്പോൾ ഇനി ശ്രദ്ധിക്കൂ, ലെഫ്റ്റ് ടു റൈറ്റ് റീഡ്. ഐ വാസ് ഹാപ്പി വെൻ ഐ മെറ്റ് മൈ ഫ്രണ്ട്സ്. എൻ്റെ കൂട്ടുകാരെ കണ്ടപ്പോൾ ഞാൻ സന്തോഷവാനായി. അത് ഒരു അഫിർമേറ്റീവ് സെൻറ്റൻസ്, നെഗറ്റീവ് ഫോം എന്നല്ല, പാസ്റ്റ് ടെൻസിലുള്ള ഒരു അഫിർമേറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ അതിനെ പാസ്റ്റ് ടെൻസിലുള്ള ഒരു നെഗറ്റീവ് ഫോമായിട്ട് അടുത്ത സെൻറ്റൻസിൽ നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ട് എഴുതിയിരിക്കുകയാണ്. ഐ വാസിൻറ്റ് ഹാപ്പി വെൻ ഐ മെറ്റ് മൈ ഫ്രണ്ട്സ്. അപ്പോൾ വാസിനോട് നോട്ട് ചേർത്തു, വാസ് നോട്ടിനെ ചുരുക്കി വാസിൻ്റെ ആക്കി. അത്രയുള്ള വ്യത്യാസം നമ്മൾ ആകെ ചെയ്തിരിക്കുന്നത്. ചുരുക്കത്തിൽ വാസിനോട് അല്ലെങ്കിൽ വെയറിനോട് നോട്ട് ചേർത്താൽ അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റുവാൻ സാധിക്കും. ആകെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഐ വാസ് ഹാപ്പി വെൻ ഐ മെറ്റ് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ കൂട്ടുകാരെ കണ്ടപ്പോൾ സന്തോഷവാനായി. അടുത്ത് അതിൻ്റെ നെഗറ്റീവ്, ഐ വാസിൻറ്റ് ഹാപ്പി വെൻ ഐ മെറ്റ് മൈ ഫ്രണ്ട്സ്. എൻ്റെ കൂട്ടുകാരെ കണ്ടപ്പോൾ ഞാൻ സന്തോഷവാനായില്ല. നെക്സ്റ്റ് സെൻറ്റൻസ്, ദ പീകോക്ക് വാസ് വെരി ബ്യൂട്ടിഫുൾ. മയിൽ വളരെ മനോഹരമായിരുന്നു. ദ പീകോക്ക് വാസിൻറ്റ് വെരി ബ്യൂട്ടിഫുൾ. അതിൻ്റെ നെഗറ്റീവ്, മയിൽ വളരെ മനോഹരമായിരുന്നില്ല. അപ്പോൾ വാസിൻറ്റ് എന്ന് എഴുതി മാറ്റുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. അത് ശ്രദ്ധിച്ചാൽ മതി, വളരെ സിമ്പിളാണ്. നെക്സ്റ്റ്, ദേ വെർ എൻജോയിങ് ദ ഗെയിം. അവർ കളി ആസ്വദിക്കുകയായിരുന്നു. അതിൻ്റെ നെഗറ്റീവ്, ദേ വെയറിൻറ്റ് എൻജോയിങ് ദ ഗെയിം. അവർ കളി ആസ്വദിക്കുകയായിരുന്നില്ല. നെക്സ്റ്റ് സെൻറ്റൻസ്, യു വെയർ അവർ ബെസ്റ്റ് ഫ്രണ്ട്സ്. നിങ്ങൾ ഞങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാരായിരുന്നു. അതിൻ്റെ നെഗറ്റീവ്, യു വെയറിൻറ്റ് അവർ ബെസ്റ്റ് ഫ്രണ്ട്സ്. നിങ്ങൾ ഞങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാർ ആയിരുന്നില്ല. നെക്സ്റ്റ് സെൻറ്റൻസ്, വി വെയർ വാക്കിംഗ് ത്രൂ ദ റോഡ്. ഞങ്ങൾ റോഡിലൂടെ നടക്കുകയായിരുന്നു. അതിൻ്റെ നെഗറ്റീവ് ഫോം, വി വെയറിൻറ്റ് വാക്കിംഗ് ത്രൂ ദ റോഡ്. ഞങ്ങൾ റോഡിലൂടെ നടക്കുകയായിരുന്നില്ല. നെക്സ്റ്റ് സെൻറ്റൻസ്, ദേ വെയർ പ്ലേയിങ് ക്രിക്കറ്റ്. അവർ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. അതിൻ്റെ നെഗറ്റീവ് ഫോം, ദേ വെയറിൻറ്റ് പ്ലേയിങ് ക്രിക്കറ്റ്. അവർ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നില്ല. നെക്സ്റ്റ് സെൻറ്റൻസ്, ഷീ വാസ് ഡിസൈനിങ് എ വെബ്സൈറ്റ്. അവൾ ഒരു വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്യുകയായിരുന്നു. അതിൻ്റെ നെഗറ്റീവ് ഫോം, ഷീ വാസിൻറ്റ് ഡിസൈനിങ് എ വെബ്സൈറ്റ്. അവൾ ഒരു വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്യുകയായിരുന്നില്ല. നെക്സ്റ്റ് സെൻറ്റൻസ്, ദേ വെയർ ആക്ടിങ് ഇൻ എ മൂവി. അവർ ഒരു സിനിമയിൽ അഭിനയിക്കുകയായിരുന്നു. അതിൻ്റെ നെഗറ്റീവ് ഫോം, ദേ വെയറിൻറ്റ് ആക്ടിങ് ഇൻ എ മൂവി. അവർ ഒരു സിനിമയിൽ അഭിനയിക്കുകയായിരുന്നില്ല. നെക്സ്റ്റ് സെൻറ്റൻസ്, ഹി വാസ് റൈഡിങ് എ ബൈസിക്കിൾ. അവൻ ഒരു സൈക്കിളിന്മേൽ സവാരി ചെയ്യുകയായിരുന്നു. അതിൻ്റെ നെഗറ്റീവ് ഫോം, ഹി വാസ് റൈഡിങ് എ ബൈസിക്കിൾ. അവൻ ഒരു സൈക്കിളിന്മേൽ സവാരി ചെയ്യുകയായിരുന്നില്ല. നെക്സ്റ്റ് സെൻറ്റൻസ്, ദ മാച്ച് ഹെൽഡ് യെസ്റ്റർഡേ വാസ് ക്വൈറ്റ് എന്തൂസിയാസ്റ്റിക്. ഇന്നലെ നടത്തപ്പെട്ട മത്സരം ആവേശകരമായിരുന്നു. അതിൻ്റെ നെഗറ്റീവ് ഫോം, ദ മാച്ച് ഹെൽഡ് യെസ്റ്റർഡേ വാസിൻറ്റ് ക്വൈറ്റ് എന്തൂസിയാസ്റ്റിക്. ഇവിടെ ക്വൈറ്റ് എന്ന് വെച്ചാൽ തികച്ചും, പരിപൂർണമായും എന്നാണ്. ദ മാച്ച് ഹെൽഡ് യെസ്റ്റർഡേ വാസിൻറ്റ് ക്വൈറ്റ് എന്തൂസിയാസ്റ്റിക്. ഇന്നലെ നടത്തപ്പെട്ട മത്സരം തികച്ചും ആവേശകരമായിരുന്നില്ല. ഐ വാസ് ഡീപ്ലി worried about his illness. ഞാൻ അവൻ്റെ രോഗത്തിൽ അഗാധമായി വ്യാകുലപ്പെടുകയുണ്ടായി. ഐ വാസ് ഡീപ്ലി worried. ഞാൻ അഗാധമായി
വ്യാകുലപ്പെടുകയുണ്ടായി അബൌട്ട് ഹിസ് ഇൽനെസ്, അവൻ്റെ ഇൽനെസ്സിനെ പറ്റി, അവൻ്റെ രോഗത്തെപ്പറ്റി ഞാൻ വളരെ അഗാധമായി വ്യാകുലപ്പെടുകയുണ്ടായി. അതിൻ്റെ നെഗറ്റീവ് ഫോം ഐ വാസ് ഡീപ്ലി വറീഡ് അബൌട്ട് ഹിസ് ഇൽനെസ്, അവൻ്റെ രോഗത്തെപ്പറ്റി ഞാൻ അഗാധമായി വ്യാകുലപ്പെടുകയുണ്ടായില്ല. അപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ട് പാസ്റ്റ് ടെൻസിലുള്ള ഒരു അഫിർമേറ്റീവ് സെൻറ്റൻസ് അഥവാ പോസിറ്റീവ് സെൻറ്റൻസിനെ പാസ്റ്റ് ടെൻസിലുള്ള ഒരു നെഗറ്റീവ് സെൻറ്റൻസാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് വാസ് അല്ലെങ്കിൽ വേർ എന്ന വാക്കിന് ശേഷം നോട്ട് അല്ല എന്നർത്ഥം വരുന്ന NOT നോട്ട് എന്ന വാക്ക് ചേർക്കുകയാണ് ചെയ്തത്. ഇവിടെ വാസ് നോട്ട് എന്ന് എഴുതുന്നതിന് പകരം അല്ലെങ്കിൽ വെയർ നോട്ട് എന്ന് എഴുതുന്നതിന് പകരം അതിനെ ചുരുക്കി അതിൻ്റെ കോൺട്രാക്ഷൻ ഫോമാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വാസ് നോട്ടിന് പകരം വാസിൻഡ് എന്നും വെയർ നോട്ടിന് പകരം വെയറിൻഡ് എന്നും ചുരുക്കി ഇവിടെ എഴുതിയിരിക്കുന്നു. ഇത് സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസാര ഭാഷയിലാണ് ഈ ശൈലി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. റിട്ടൺ ലാംഗ്വേജിൽ ഇതിൻ്റെ എക്സ്പാൻഷൻ ഫോം എഴുതുന്നതായിരിക്കും കൂടുതൽ ഉചിതം. അപ്പോൾ ഇന്ന് ഇത്രയുമാണ്